അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അബുദാബിയിലെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ക്യാപിറ്റൽ ന്യൂസ്. സ്വകാര്യ മേഖലയിലെ മികച്ച സൗകര്യങ്ങളോടെ അബുദാബിയിലെ യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ വിപുലീകരിക്കുന്നതായി യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ MD ഡോക്ടർ ഷബീർ നെല്ലിക്കോട് അബുദാബിയിൽ പറഞ്ഞു. നിലവിലുള്ള ആശുപത്രിയിലെ OP ബ്ലോക്കിൽ 125 കിടക്കകളാണുള്ളത്. ഇപ്പോൾ പുതിയ ബ്ലോക്കിലെ 180 കൂടിയാകുന്നതോടെ 350 കിടക്കകളാകും. സ്വകാര്യ മേഖലയിൽ എല്ലാ വിഭാഗങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന UAEയിലെ പ്രധാന ആശുപത്രിയാണ് ഇപ്പോൾ അബുദാബി എയർപോർട്ട് റോഡിലുള്ള യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ. അബുദാബി പോലീസ് ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്ന ആദ്യത്തെ ആശുപത്രിയും ഇതാവും. ഓപ്പൺ ഹാർട്ട് സർജറിയും വൃക്ക മാറ്റിവെക്കുന്നുള്ള സൗകര്യവും ന്യൂറോ സർജറിയും ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ടെന്നും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഉടൻ ആരംഭിക്കുമെന്നും ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യ വിദഗ്ധരുടെ സേവനം ജനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നും ഡോക്ടർ ഷബീർ നെല്ലിക്കോട് പറഞ്ഞു. നമ്മളിപ്പം ഓൾറെഡി ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഗൈനക്കോളജി ആൻഡ് ന്യൂനറ്റോളജിയാണ്. 32 വീക്കേഴ്സിനെക്കാളും മുമ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി പ്രൈവറ്റ് സെക്ടറിൽ ദിസ് ഇസ് ഓൺലി യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ. 24 മണിക്കൂറും എമർജൻസി ആംബുലൻസ് സേവനവും മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി ആരംഭിച്ച 10 സെക്കൻഡിനകം റോബോട്ടിക് മരുന്ന് വിതരണ സൗകര്യവും ഇവിടെയുണ്ട്. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെയ്ദ് അബു ഹസ, ഓപ്പറേഷൻസ് ഡോക്ടർ ആദഫ് അൽ വിദാർ, ഡോക്ടർ ഹമദ് മാജിദ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രഥമ NRI ഓഫ് ദ ഇയർ അവാർഡ് നേടിയ UAE എക്സ്ചേഞ്ച് CEO Y സുധീർ കുമാർ ഷെട്ടിക്ക് അബുദാബിയിൽ സ്വീകരണം നൽകി. ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവാസി കൂട്ടായ്മയായ ഗ്രീൻ വോയ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ NRI ഓഫ് ദ ഇയർ പുരസ്കാര ജേതാവ് Y സുധീർ കുമാർ ഷെട്ടിയെ ആദരിച്ചു. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് P ബാവ ഹാജി, മൊയ്തു ഹാജി കടന്നപ്പള്ളി, VTV ദാമോദരൻ, ഇന്ത്യൻ മീഡിയ അബുദാബി പ്രസ് സെക്രട്ടറി PM അബ്ദുൾ റഹിമാൻ, VPK അബ്ദുള്ള, പ്രമോദ് മങ്ങാട്ട്, സത്താർ കാഞ്ഞങ്ങാട് എന്നിവർ ആശംസകൾ നേർന്നു. കോർപ്പറേറ്റ് മേഖലയിൽ സ്ഥാപനത്തെ ആഗോള പ്രശസ്തിയിലേക്ക് ഉയർത്തിയ നേതൃപാഠവും പരിഗണിച്ചാണ് Y സുധീർ കുമാർ ഷെട്ടിക്ക് NRI ഓഫ് ദ ഇയർ പുരസ്കാരം സമ്മാനിച്ചത്. KK മൊയ്തീൻ കോയ പരിപാടികൾ നിയന്ത്രിച്ചു. ഗ്രീൻ വോയ്സ് ചെയർമാൻ ജാഫർ തങ്ങൾ സ്വാഗതവും അജ്മൽ നാദാപുരം നന്ദിയും പറഞ്ഞു. ചരിത്ര വിജയം നേടിയ ദൃശ്യം എന്ന മലയാള സിനിമ തുടർച്ചയായി 100 ദിവസം പ്രദർശിപ്പിച്ചുകൊണ്ട് ഗൾഫിലും ചരിത്രമാവുന്നു. കേരളത്തിൽ മികച്ച വിജയം നേടിയ ദൃശ്യം എന്ന മലയാള സിനിമ അബുദാബിയിലെ എൽഡോറാഡോ സിനിമയിൽ തുടർച്ചയായി 100 ദിവസം പ്രദർശിപ്പിച്ച ആദ്യ മലയാള സിനിമ എന്ന ബഹുമതി കരസ്ഥമാക്കുകയാണ്. ദൃശ്യം ഞാൻ 5ാമത്തെ തവണയാണ് ഈ തിയേറ്ററിൽ വന്ന് കാണുന്നത്. ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ ഓവർസീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ 100 ദിവസം ഓടുന്നത്. ദൃശ്യത്തിന്റെ 100ാം ദിനാഘോഷങ്ങൾ മോഹൻലാൽ ഫാൻസ് ഓൺലൈൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അബുദാബിയിൽ വെച്ച് നടന്നു. ഇപ്പോൾ 100ാം ദിവസം വീണ്ടും എൽഡോറാഡോ സിനിമേഴ്സിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇതിൽ നമ്മൾ സഹകരിച്ച തിയേറ്ററുകാർക്കും എല്ലാവർക്കും മോഹൻലാൽ ഫാൻസിന്റെ മെമ്പേഴ്സിന്റെ രീതിയിൽ നിന്നും നമ്മുടെ 20 വർഷമായി പ്രവർത്തിക്കുന്ന എൽഡോറാഡോ സിനിമ തിയേറ്ററിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാള സിനിമ ഇത്രയും മികച്ച വിജയം കരസ്ഥമാക്കുന്നതെന്ന് തിയേറ്റർ ജീവനക്കാർ പറഞ്ഞു. ഇപ്പോൾ മലയാള സിനിമ കളിക്കാൻ തുടങ്ങി ഞങ്ങൾ 10-12 വർഷമായി. ഇതുവരെ ഒരു പടവും ഇത്രയും ഹിറ്റായിട്ട് ഓടിയിട്ടില്ല. എന്നും ആവറേജ് ആളായിട്ട് പോയിട്ടുണ്ട്. പ്രവാസി കുടുംബങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് വരും ദിവസങ്ങളിൽ ദിവസേന ഉച്ചയ്ക്ക് 1 മണിക്ക് ദൃശ്യം തുടർന്നും പ്രദർശിപ്പിക്കും. രാജ്യത്ത് കൊറോണ വൈറസ് ബാധയെക്കുറിച്ച് ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അബുദാബി ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. മർസ് കൊറോണ വൈറസ് ബാധയെക്കുറിച്ച് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട എന്നും രോഗവ്യാപനത്തെക്കുറിച്ച് പരക്കുന്ന കിംവദന്തികൾ വിശ്വസിക്കരുതെന്നും ആധികാരിക വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്ഥാപനങ്ങളെ സമീപിക്കണമെന്നും അബുദാബി ഹെൽത്ത് അതോറിറ്റി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. രോഗവ്യാപനം തടയുന്നതിനുള്ള മാർഗങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് അതോറിറ്റി പുറത്തിറക്കിയത്. പൊതുജനം ആശങ്കപ്പെടാൻ തക്ക നിലയിലുള്ള സാഹചര്യമില്ല. വിഷയത്തിൽ ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. രോഗനിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശാനുസരണമുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുന്നത്. കൊറോണ വൈറസ് ബാധ സംബന്ധിച്ച് രാജ്യത്ത് ആശങ്കാജനകമായ സാഹചര്യമില്ലെന്ന് ലോകാരോഗ്യ സംഘടനയും സ്ഥിരീകരിച്ചതാണ്. ഇതുകൊണ്ടുതന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയോ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും പരിശോധന നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അതോറിറ്റി ചൂണ്ടിക്കാട്ടി. അലൈനിൽ ഫിലിപ്പൈൻ നഴ്സ് കൊറോണ വൈറസ് ബാധിച്ച് മരിക്കുകയും സഹപ്രവർത്തകരായ 5 ഫിലിപ്പൈനികൾക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുയർന്ന ആശങ്കകൾ ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അതോറിറ്റിയുടെ പ്രസ്താവന. പ്രമുഖ IPL ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ലോഗോ അബുദാബിയിൽ ക്യാപ്റ്റൻ MS ധോണി പ്രകാശനം ചെയ്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പ്രമുഖ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സ് UST ഗ്ലോബലുമായി 3 വർഷത്തെ സ്പോൺസർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ചു. കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT സേവന കമ്പനിയാണ് UST ഗ്ലോബൽ. അബുദാബി റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ
സംഘാടകരാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് മഹേന്ദ്ര സിംഗ് ധോണി സൂപ്പർ കിങ്സിന്റെ ലോഗോ പതിച്ച ടീഷർട്ട് UST ഗ്ലോബൽ CEO സജൻ പിള്ളയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. UST മുദ്ര പതിപ്പിച്ച ജേഴ്സികളും ഹെൽമറ്റുകളുമെല്ലാമായിരിക്കും ഇനി മുതൽ ടീം ഉപയോഗിക്കുക. ഏത് കഠിനമായ ചൂടിലും ആവേശത്തോടെ കളിക്കുവാനുള്ള മാനസികാവസ്ഥ തങ്ങളുടെ ടീമിനുണ്ടെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ ടീം നടത്തിക്കഴിഞ്ഞതായും ടീം ക്യാപ്റ്റൻ MS ധോണി ഗൾഫിലെ ചൂടിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ടീം ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി, സുരേഷ് റൈന, ടീം കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്നിവർ സംബന്ധിച്ചു. ഏപ്രിൽ 18-ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആദ്യ IPL മത്സരം അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ നടക്കും. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം വിഷു ആഘോഷിച്ചു. അബുദാബിയിലെ പ്രവാസി സമൂഹവും വിപുലമായ പരിപാടികളോടെയാണ് വിഷു ആഘോഷിച്ചത്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായി കണിവെള്ളരിക്കയും കൊന്നപ്പൂക്കളുമടക്കം വിഷുക്കണിക്കുള്ളതെല്ലാം നേരത്തെ തയ്യാറാക്കി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ മേടപ്പുലരിക്കായി കാത്തിരുന്നു. വിഷുദിനത്തിൽ കണി കണ്ടുണർന്ന കുട്ടികൾക്ക് വിഷു കൈനീട്ടം നൽകി അനുഗ്രഹിച്ച മുതിർന്നവർ വിഷുവിന്റെ സന്ദേശവും നമ്മുടെ നാടിന്റെ മഹത്വവും കുട്ടികളിലേക്ക് എത്തിച്ചു. ഒപ്പം നാട്ടിലെ നഷ്ടപ്പെടുന്ന വിഷു ആഘോഷങ്ങളെക്കുറിച്ചുള്ള വിഷമവും മറച്ചുവെച്ചില്ല. നാട്ടിലെ പോലെ ഈ പ്രവാസ ജീവിതത്തിലും ഇവിടെ നമ്മൾ വിഷു ആഘോഷിക്കാറുണ്ട്. പല ജോലി തിരക്കിനിടയിൽ നാട്ടിലേതായ സൗകര്യത്തോടുകൂടി ആഘോഷിക്കാൻ പറ്റാറില്ല. ഹോളിഡേയ്സിലാണ് വെള്ളിയാഴ്ചയ്ക്ക് വിഷു വരണമെങ്കിൽ അത് വളരെ ഭംഗിയായി ആഘോഷിക്കാൻ കഴിയും. നാട്ടിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പലതും മിസ്സായി പോകുന്നുണ്ട്. പഴയ ഓർമ്മകളെല്ലാം അയവിറക്കിക്കൊണ്ട് ഇവിടെ വിഷു ആഘോഷിക്കുന്നു. അബുദാബിയിലെ മലയാളി സമൂഹം അവധി ദിനമായിരുന്നിട്ട് കൂടി വിഷു ആഘോഷങ്ങളിൽ പങ്കുകൊണ്ടു. എന്നാൽ പ്രവൃത്തി ദിനമായിരുന്നതിനാൽ ചിലർ വെള്ളിയാഴ്ചത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാക്കി അബുദാബിയിൽ IPL മത്സരങ്ങൾ ആരംഭിച്ചു. ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിലാണ് IPL മത്സരങ്ങൾക്ക് തുടക്കമായത്. UAE-യിലെ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാഴ്ത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗിനുള്ള വിവിധ ടീമുകളെത്തി. ഏപ്രിൽ 16-ന് ആരംഭിച്ച ആദ്യഘട്ടത്തിന് മുന്നോടിയായി പരിശീലനം ആരംഭിക്കുകയും ചെയ്തു. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് എന്നീ ടീമുകളിലെ കളിക്കാരാണ് അബുദാബി ഷെയ്ഖ് സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെത്തിയത്. മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്ന കൊൽക്കത്തയുടെ നായകൻ ഗൗതം ഗംഭീർ, ജാക്ക് വാലിസ്, യൂസഫ് പത്താൻ തുടങ്ങിയവരും, ചെന്നൈ നിരയിൽ ധോണി, റെയ്ന തുടങ്ങിയവരും, ടീമിലെ ഓസീസ് താരങ്ങളും മുൻ ഇന്ത്യൻ ബൌളർ ആശിഷ് നെഹ്റയും അടക്കമുള്ള താരങ്ങൾ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെ നേതൃത്വത്തിൽ പരിശീലനത്തിനെത്തി. ശാരീരികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെട്ട താരങ്ങൾ ബാറ്റിംഗ്, ബൌളിംഗ്, ഫീൽഡിംഗ് എന്നിവയിലും പ്രാക്ടീസ് ചെയ്തു. ഏപ്രിൽ 16-ന് വൈകുന്നേരം 6:30-ന് അബുദാബി ഷെയ്ഖ് സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിട്ടു. ഏപ്രിൽ 17-ന് ഷാർജയിൽ നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ഡെയർ ഡബിൾസും ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സും ഏറ്റുമുട്ടും. ഒരു നാടിന്റെ പൈതൃകവും സംസ്കാരവും വിദേശികളിലേക്ക് കൂടി പകർന്നു നൽകുന്നതിനായി വടകര NRI ഫോറം ഒരുക്കിയ വടകര മഹോത്സവമാണ് ഇത്തവണ ക്യാപിറ്റൽ ക്യാൻവാസിൽ. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലേക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള മണ്ണാണ് വടകരയുടേത്. കലയും സാഹിത്യവും രാഷ്ട്രീയവും എന്നും നിറഞ്ഞു നിൽക്കുന്ന വടകര ദേശത്തു നിന്നും പ്രവാസികളായി എത്തി ഇവിടെയും തങ്ങളുടെ പൈതൃകം നിലനിർത്തുകയാണ് UAE-യിലെ വടകര നിവാസികൾ. ഈ അബുദാബി വടകര NRI ഫോറം 5ാം വർഷമാണ് ഈ മഹോത്സവം ഇവിടെ കൊണ്ടാടുന്നത്. വളരെയധികം നല്ല പ്രതികരണമാണ് അബുദാബിയിലെ മലയാളി സമൂഹത്തിൽ നിന്നും മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. വടകര NRI ഫോറം അബുദാബി ചാപ്റ്റർ സംഘടിപ്പിച്ച വടകര മഹോത്സവം കൂടുതൽ ആകർഷകമാകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. വടക്കൻ മലബാറിന്റെ തനത് ഭക്ഷ്യവിഭവങ്ങളും പലഹാരങ്ങളും ലോക മലയാളികളിലേക്ക് എത്തിക്കുവാൻ കൂടി ഈ മഹോത്സവം കാരണമാവുന്നു എന്നതാണ് ശ്രദ്ധേയം. ഞങ്ങൾ വടകരയിലുള്ള പുതിയ പലതരം ഐറ്റംസാണ്. ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, കടലപ്പത്തിരി, കിണ്ണപ്പത്തിരി, കിണ്ണപ്പത്തിരി, ചട്ടിപ്പത്തിരി, കിണ്ണത്തപ്പം,
പോള, നെയ്യപ്പം, അങ്ങനെ പല ഐറ്റം ഉണ്ട്. വടകര മഹോത്സവത്തിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ചിക്കൻ സമൂസ, ചിക്കൻ കട്ട്ലറ്റ്, ചിക്കൻ എഗ് ബാജി, അത് കോക്കനട്ടാണ്, സ്പെഷ്യലാണ്. പിന്നെ നമ്മൾ സ്പെഷ്യൽ വിഭവമാണ് കപ്പ വിത്ത് ഐലൻഡ്, മത്തിയുണ്ട്, മത്തി വിത്ത് മാംഗോ കറിയാണ്. അബുദാബി കേരള സോഷ്യൽ സെന്റർ അങ്കണത്തിൽ രൂപപ്പെടുത്തിയ വടകര ചന്തയിലാണ് വടകര മഹോത്സവത്തിന് കൊടിയുയർന്നത്. കൊയിലാണ്ടിയിലെ കോരപ്പുഴ പാലം മുതൽ ആരംഭിക്കുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലെയും തനതു കലാരൂപങ്ങളുടെ വീഡിയോ പ്രദർശനത്തോടെയാണ് വടകര മഹോത്സവത്തിന് തുടക്കമായത്. ചരിത്രത്തിൽ ഇടം പിടിച്ച വടകരയുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളും ചരിത്ര പുരുഷന്മാരുടെ ജീവിതവും കോർത്തിണക്കിയ ചിത്രീകരണം വടകര മഹോത്സവത്തിൽ ഒട്ടേറെ പേരെ ആകർഷിച്ചു. വടകര ചന്ത പുനഃസൃഷ്ടിച്ച ഉത്സവ നഗരിയിൽ തിക്കോടി ലൈറ്റ് ഹൗസിന്റെ മാതൃക ഒരുക്കിയതും ശ്രദ്ധേയമായി. ഈ പ്രവാസ ഭൂമികയിൽ വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അന്യമായ പലവിധ നാടൻ ഉപകരണങ്ങൾ വടകര ചന്തയിൽ ഒരുക്കിയിരുന്നു. ഗൃഹാതുര സ്മരണയിലേക്ക് ഓരോ മലയാളിയെയും ആനയിച്ച ഒട്ടേറെ ഗൃഹോപകരണങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനം വടകര മഹോത്സവത്തിന് മാറ്റുകൂട്ടി. കേരളത്തിൽ പണ്ടുകാലത്ത് ഉപയോഗിച്ച പല വസ്തുക്കളുണ്ട്. ആ സാധനങ്ങളൊക്കെ പുതിയ ജനറേഷനെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി നമുക്കിതിൻ്റെ പിന്നിലുണ്ട്. ഫോറം കുടുംബിനികൾ തങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കിയ 50ഓളം മലബാർ പലഹാരങ്ങളും വിവിധതരം പായസങ്ങളും മലബാറിന്റെ തനത് ഭക്ഷ്യവിഭവങ്ങളും ഈ മേളയിൽ ലഭ്യമായി. നല്ല പായസമാണ്, നല്ല ടേസ്റ്റുള്ള പായസമാണ്. നമ്മളെ വീടുകളിലുള്ള പോലെ തന്നെ ഉള്ള പായസമാണ്. നല്ല രസമുണ്ട് പായസം. മുട്ടമാല, മുട്ടസുർക്ക, ഉന്നക്കായ, കലത്തപ്പം, പിഞ്ഞാണത്തപ്പം, അരിപ്പത്തിരി തുടങ്ങിയ പലഹാരങ്ങൾക്ക് ഒട്ടനവധി ആവശ്യക്കാർ എത്തി. UAE-യുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവർ ഈ ഭക്ഷണ സ്റ്റാളുകളുടെ മുന്നിൽ ക്യൂ നിന്നു. മലബാർ വിഭവം ആദ്യമായി രുചി നോക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ നെയ്പത്തിരി എന്ന് പറയുന്ന പലഹാരം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. തങ്ങളുടെ ഈ കൂട്ടായ്മ ഇങ്ങനെ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്ന് സ്വരൂപിക്കുന്ന ഫണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതാണ് NRI ഫോറം വനിതാ വിഭാഗം പ്രവർത്തകരെ ഏറെ ആഹ്ലാദിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന 1 രൂപ പോലും ഞങ്ങൾ മറ്റു രീതിയിൽ ചെലവഴിക്കാതെ അർഹതപ്പെട്ട ആളുകൾക്ക്, ആവശ്യമുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന ആളുകളുടെ കൈകളിൽ എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു വ്യാഴവട്ടക്കാലമായി UAE-യിലെ സാംസ്കാരിക രംഗത്ത് സജീവമായി നിൽക്കുന്ന വടകര NRI ഫോറം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി സംഘടിപ്പിക്കുന്ന വടകര മഹോത്സവത്തിലേക്കുള്ള സന്ദർശക ബാഹുല്യം കണക്കിലെടുത്താണ് ഈ പ്രാവശ്യം 2 ദിവസങ്ങളിലായി പരിപാടി സംഘടിപ്പിച്ചത്. വടകര മഹോത്സവം ഓരോ വർഷം കഴിയുന്നതോറും അബുദാബിയിലെ ജനങ്ങൾ കൂടുതൽ നെഞ്ചിലേറ്റുകയാണ്. സമാപന ദിനത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം, പരിപാടിയുടെ മുഖ്യ പ്രായോജകരായ യൂണിവേഴ്സൽ ആശുപത്രി MD ഡോക്ടർ ഷബീർ നെല്ലിക്കോട്, അബുദാബി കമ്മ്യൂണിറ്റി പോലീസ് മേധാവികൾ, വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. തുടർന്ന് മലബാറിന്റെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന നിരവധി കലാപരിപാടികളും കളരിപ്പയറ്റ്, തെയ്യം, കോൽക്കളി, ദഫ്മുട്ട്, നാടോടി നൃത്തം എന്നിവയും അരങ്ങേറി. വടകര NRI ഫോറം അബുദാബി ചാപ്റ്ററിന്റെ ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രവാസികളെ ഏറെ ഭയപ്പെടുത്തുന്ന ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അബുദാബി യൂണിവേഴ്സൽ ഹോസ്പിറ്റലിലെ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജി കോശി ക്യാപിറ്റൽ ടിപ്സിൽ
ദിസ് പ്രസൻറ്റ് ഡേ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഡെക്കേഡ് ഒരു സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പേ 50 to 60 ഏജ് ഗ്രൂപ്പിലായിരുന്നു ഹാർട്ട് ഡിസീസിൻ്റെ എഫക്റ്റ് മാക്സിമം കാണുന്നത്, അത് 60 കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ നമ്മൾ കുറേ കാണുന്നത് 40 to 50 ആൻഡ് ഓൾസോ 30 to 40, മെയിൻലി 35 അബവ് കുറേ ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ പ്രിപ്പോണ്ടറൻസ് അത് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. വേൾഡിൽ മൊത്തമായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിലും ഡെവലപ്പ് ചെയ്യുന്ന കൺട്രീസ്, വെൽ ടു ഡു കൺട്രീസ്, മിഡിൽ ഈസ്റ്റ് പോലെ അത് കാണുന്നുണ്ട്. ഈ ഇങ്ങനത്തെ ഇതിൽ നമ്മുടെ ഇന്ത്യൻസിനും ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആൾക്കാർക്കും മാക്സിമം ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അതിൽ സ്റ്റഡീസ് ചെയ്ത് WHO സ്റ്റഡീസിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻസിൻ്റെ ജനറ്റിക് കോമ്പസിഷൻ കാരണം ഹാർട്ട് ഡിസീസ് ഇന്ത്യൻസിന് വേൾഡിൽ മാക്സിമം ചൈനക്കാരെയും compared to China 6 times more, compared to Western countries almost 4 times more, ഇന്ത്യൻസിന് ഹാർട്ട് ഡിസീസ് കാണുന്നുണ്ട്. ഇന്ത്യൻസ് മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ഇന്ത്യൻസ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് സ്ഥിതി കാരണം നമ്മൾ കുറച്ചുകൂടെ എക്സ്പോസ്ഡാണ്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഒക്കെ കാരണം നമ്മൾ കുറച്ചുകൂടെ ഹാർട്ട് ഡിസീസിന് കുറച്ചുകൂടെ എക്സ്പോഷർ ഉണ്ട്. ഹാർട്ട് ഡിസീസിൻ്റെ ഇൻസിഡൻസ് ഇവിടെ കൂടുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഇപ്പോൾ ചിന്തിച്ച് മെയിൻലി ഫുഡ് ഹാബിറ്റ്സ്, എക്സസൈസ്, ഇത് മൊത്തം നമ്മുടെ നാടിൽ നിന്ന് ഇവിടുന്ന് ഇസ് എ വെരി ബിഗ് ഡിഫറൻസ്. നാട്ടിൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എക്സസൈസ് ടിപ്പിക്കലായി ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും. ബിക്കോസ് കുറച്ചുകൂടെ വാക്കിംഗ് കാണും, കുറച്ചുകൂടെ ഡെയിലി ആക്ടിവിറ്റി കൂടും, ഏരിയൽ പറമ്പിലൊക്കെ നടന്ന് ആക്ടിവിറ്റി, എക്സസൈസ്, വേറെ ഡേ ടു ഡേ റൂട്ടീൻസൊക്കെ അവിടെ കുറച്ചുകൂടെ നമുക്ക് ഇതുണ്ട്, നമ്മുടെ മൂവ്മെൻ്റ് ഉണ്ട്, ബോഡിയുടെ മൂവ്മെൻറ്റ്സും ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നേരെ വീട്ടിൽ നിന്ന് വണ്ടിയിലോട്ട്, വണ്ടിയിൽ നിന്ന് ഓഫീസിലോട്ട്, ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട്, അങ്ങനെ എക്സസൈസിന് സമയം കിട്ടുന്നില്ല. പിന്നെ കിട്ടുന്ന ഫുഡ് വെരി റിച്ച് എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഫുഡ്സ്. എവിടെയും കണ്ടോ, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി ഓയിൽ മേടിച്ചാൽ, ഷുഗർ മേടിച്ചാൽ എല്ലാം റിഫൈൻഡാണ് ഇവിടെ കിട്ടുന്നത്. റിഫൈൻഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സാധനം എടുത്ത് അത് കോൺസെൻട്രേറ്റ് ആക്കി അത് റിഫൈൻഡ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ അതാ റിഫൈൻ ചെയ്യുന്ന ഫുഡ് റിഫൈൻ ചെയ്താൽ അതാ. ഇപ്പോൾ ഈ റിഫൈൻഡ് ഫുഡ് നോക്കിയാൽ അൺറിഫൈൻഡ് 100 ഗ്രാം ഫുഡ് നോക്കിയാൽ, റിഫൈൻഡ് 100 ഗ്രാം ഫുഡ് നോക്കിയാൽ ഈ റിഫൈൻഡ് കാലറീസൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നത്. സോ ആ റിഫൈൻഡ് ഫുഡ് കഴിച്ചാൽ ഡയറക്റ്റ്ലി ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ് എല്ലാം, ബ്ലഡ് പ്രഷർ എല്ലാം കൂടും, അതിൻ്റെ ഇൻസിഡൻസ് കൂടും. ഈ റിസ്ക് ഫാക്ടേഴ്സ് കൂടുമ്പോൾ, ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് കൂടുമ്പോൾ ആൾക്കാർക്ക് ബ്ലോക്ക്സ്, ഹാർട്ടിൻ്റെ ആർട്ടറീസിൻ്റെ അകത്തൊക്കെ ബ്ലോക്ക്സ് വരുന്നത്, ആൻഡ് ഹാർട്ട് അറ്റാക്കിന് റേറ്റ്സൊക്കെ കൂടുന്നത്. ആൻഡ് അറ്റ് എ യങ് ഏജ് ഇത് തുടങ്ങിയാൽ നമ്മുടെ ഏജ് അനുസരിച്ചായിരിക്കും. അറ്റ് എ യങ്ങർ ഏജ് നമ്മൾ ബാഡ് ഫുഡ് ഹാബിറ്റ്സും ബാഡ് എക്സസൈസ് ഹാബിറ്റ്സും തുടങ്ങുമ്പോൾ ലേറ്റർ ഓൺ നമുക്ക് കുറച്ചുകൂടി ഏർലിയറിലായി ഈ ഹാർട്ടിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും കൂടുന്ന, ഹാർട്ടിൻ്റെ ഡിസീസും വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൾഡ് ടൈംസ്, ഇപ്പോൾ നാട്ടിലുമെല്ലാം റിഫൈൻഡാണ്, പക്ഷേ നാട്ടിൽ കിട്ടുന്ന പഴയ ഫുഡിൻ്റെ നേച്ചർ, അൺറിഫൈൻഡ് ഓയിൽസ്, എക്സ്ട്രാ വെർജിൻ ഓയിൽസ്, അങ്ങനത്തെ ഇവിടെയും കിട്ടും. അത് നമുക്ക് എടുത്ത്, അതുകൊണ്ടായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടത്. ഫാസ്റ്റ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം, ഓവർ സോൾട്ടി ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. നമുക്ക് ഓയിൽ മാത്രമല്ല, സോൾട്ട്, ഷുഗർ, ഏറ്റവും ഡേഞ്ചറസ് നമുക്ക് കഴിക്കുന്ന ഷുഗർ, വൈറ്റ് ഷുഗർ മാത്രമല്ല, ചായയും കോഫിയും ഇടുന്ന ഷുഗറില്ല. ഏതെങ്കിലും ഫുഡ് മേടിക്കാൻ പോകുമ്പോൾ അതിൽ നോക്കണം എന്താ അതിൻ്റെ കോമ്പസിഷൻ. ബോക്സ് തിരിക്കുമ്പോൾ റിഫൈൻഡ് ഷുഗർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാൻ പാടില്ല. യു ഷുഡ് ട്രൈ ടു അവോയ്ഡ് ഷുഗർ ആസ് മച്ച് ആസ് പോസിബിൾ. ഷുഗറാണ് ഏറ്റവും ഡേഞ്ചറസ്. ഷുഗർ കഴിഞ്ഞിട്ടാണ് ഓയിൽസും നമുക്ക് ഓർക്കണം, ഷുഗറും നമുക്ക് ഓർക്കണം. ഈ രണ്ട് മെയിൻ ഐറ്റം കുറച്ച് നമ്മൾ ഫുഡിൽ നിന്ന് അത്രയും കാലറീസ് മാറ്റാൻ നോക്കും. പിന്നെ എക്സസൈസ്, ഡേ ടു ഡേ ആക്ടിവിറ്റി, നോട്ട് മച്ച്, 30 minutes a day, 3 to 4 times a week മതി. ദാറ്റ്സ് അബൌട്ട് 2 hours a week എക്സസൈസ് ചെയ്താൽ മതി. എക്സസൈസ് എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു സ്പോർട്സ് കളിക്കേണ്ട ആവശ്യമില്ല. വാക്കിംഗ്, 30 to 40 minutes ഓഫ് വാക്കിംഗ്, ബ്രിസ്ക് വാക്കിംഗ്,
നല്ല സ്പീഡ് നടന്നാൽ മതി. ആൻഡ് ഈ 2 കോമ്പണൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഒക്കുമെങ്കിൽ 80 to 90% ഓഫ് പ്രോബ്ലംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന വിവിധ തരത്തിലുള്ള കേശാലങ്കാരങ്ങളെക്കുറിച്ചാണ് ഇത്തവണ ക്യാപിറ്റൽ ലൈഫിൽ. സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതിൽ മുടി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മുമ്പത്തെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് കറുത്ത ഇടതൂർന്ന മുടിയായിരുന്നുവെങ്കിൽ ഇന്ന് ഇടുന്ന ഡ്രസ്സിന് മാച്ച് ചെയ്ത് മുടി കളർ ചെയ്യുകയും അണിയിച്ചൊരുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ട്രെൻഡിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചോ അവരുടെ സ്കിൻ ടോണിനനുസൃതമായോ ആണ് കളർ സെലക്ട് ചെയ്യുന്നത്. വിപണിയിൽ ലഭ്യമായ ഏറ്റവും നല്ല ക്വാളിറ്റി കളറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മുടിയെ വിവിധ പാർട്ടുകളായി വേർതിരിച്ച് കെട്ടിവെക്കുന്നു. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്നത് കളറിങ്ങിനുള്ള സൗകര്യത്തിനും കൂടിയാണ്. ഓരോ ലെയറുകളായി മുടിയെടുത്ത് നേരത്തെ സെലക്ട് ചെയ്ത കളർ അപ്ലൈ ചെയ്യുന്നു. ഏകദേശം 45 മിനിറ്റ് മുടിയിൽ കളർ ഇട്ട് വെച്ച ശേഷം ഷാംപൂ ഇട്ട് മുടി കഴുകി തുടർന്ന് കണ്ടീഷണർ 5 മിനിറ്റ് തേച്ചു പിടിപ്പിക്കുന്നു. പിന്നീട് വാഷ് ചെയ്ത് ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയെടുത്ത് ചീകി ഒതുക്കുന്നതോടെ കളറിംഗ് പൂർത്തിയായി. ഇങ്ങനെ കളർ ചെയ്യുന്ന മുടിക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കുവാൻ കളർ ചെയ്ത് ഒരാഴ്ചയ്ക്കകം ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കണം. ടീനേജ് മുതൽ വിവിധ പ്രായക്കാർ വരെ ഹെയർ കളർ ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കാറുണ്ട്. പുതുമ നിറഞ്ഞ കാഴ്ചകളുമായി ക്യാപിറ്റൽ ലൈഫിൽ വീണ്ടും കാണാം. അഹ്ലൻ അബുദാബിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം agin@amrthatv.com